ഹായ് മകളെ, ഇനി നെക്സ്റ്റ് എക്സാമിനെ പറ്റി നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമല്ല. നിങ്ങൾ ഒരുപാട് കേട്ട് താമ്പിച്ചൊരു വേർഡാണ്, അല്ലെങ്കിൽ ഒരു എക്സാമാണ് നമ്മുടെ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത്. ഈ വരുന്ന ഡിസംബർ 29 ഒരു ചാൻസ് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, കേരളത്തിലും അതോടൊപ്പം തന്നെ അബ്രോഡിലും നമ്മൾ ഈ എക്സാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാത്തമാറ്റിക്സിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അതിൻ്റെ സിലബസ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോ വീഡിയോ മുഴുവനും കാണുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സമയം ഒന്ന് ഓർമ്മിക്കുകയാണ്. അപ്പോൾ അബ്രോഡിലാണെങ്കിൽ 12:30 മുതൽ 2 മണി വരെയും, കേരളത്തിലാണെങ്കിൽ 2 മുതൽ 3:30 വരെയുമാണ് നമ്മുടെ ഈ നെക്സ്റ്റ് എക്സാം നടത്തുന്നത്. നിങ്ങൾക്കറിയാം, സൈലം സ്കൂളുകളിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ നെക്സ്റ്റ് എക്സാം നടത്തുന്നത്. നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. സോ അത് മിസ്സാക്കേണ്ട. നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റേറ്റ് ആവട്ടെ CBSE ആവട്ടെ, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. സോ മാത്തമാറ്റിക്സിൽ വരുന്നൊരു കാര്യം ആദ്യം തന്നെ പറയാനുള്ളത് നമ്പർ സിസ്റ്റമാണ്. നമ്പർ സിസ്റ്റത്തിൽ നിങ്ങൾക്കറിയാം, നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഹോൾ നമ്പർ ഉണ്ട്, ഇൻഡിജേഴ്സ് ഉണ്ട്, റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്, റിയൽ നമ്പേഴ്സ് ഉണ്ട്, ഫ്രാക്ഷൻസ്, നെഗറ്റീവ് നമ്പേഴ്സ്. അതായത് നമ്മുടെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും. ഏറ്റവും നല്ല, ഞാൻ പ്രിഫർ ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ CBSE ടെക്സ്റ്റ് ബുക്ക് പ്രിഫർ ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ് സ്റ്റേറ്റ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. പറ്റുന്ന ആൾക്കാർ നിങ്ങളുടെ നെറ്റിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ ഏത് ടെക്സ്റ്റ് ബുക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ അതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യാൻ പറയുന്നത്. ഇനിയില്ല, നിങ്ങൾ ആ കോൺസെപ്റ്റുകൾ വൃത്തി പഠിച്ചാലും ഒരു കുഴപ്പമില്ല. അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഓൾജിബ്രയാണ്. നമുക്കറിയാം, എക്സും വൈ ഒക്കെ വരുന്ന ആ ഒരു ടൈപ്പ്. 1 വേരിയബിൾ ഉണ്ട്, പിന്നെ ഇക്വേഷൻസ് ഉണ്ട്, ഐഡൻറ്റിറ്റീസ്. അതൊക്കെ എല്ലാ ക്ലാസ് സ്റ്റേറ്റ് ആവട്ടെ CBSE ആവട്ടെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പിന്നെ ജോമെട്രി, ചിത്രങ്ങളുമായിട്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് ട്രയാങ്കിൾ, പാരലൽ ലെൻസ് ആണ് കേട്ടോ. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത്, പിന്നെ അതേപോലെ തന്നെ സ്ക്വയർ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, ആംഗിൾ ബൈസെക്ടർ ഉണ്ട്, ലൈൻ ബൈസെക്ടർ ഉണ്ട്. ഓക്കെ. പിന്നെ വരുന്നത് ടൈപ്സ് ഓഫ് ആംഗിൾസ്, അഥവാ കോണുകളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ടൈപ്പ് ആംഗിൾസ് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ. അതായത് 90 ഡിഗ്രിയിൽ കുറവും 90 ഡിഗ്രിയിൽ കൂടുതലൊക്കെ ഉള്ളതാണ്. ഓക്കെ. പിന്നെ ലിനിയർ പെയറാണ്, ടോട്ടൽ 180, നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഫാക്ടറൈസേഷൻ, അതായത് സ്ക്വയർ റൂട്ട് അതിൽ വരുന്നുണ്ട്, ക്യൂബ് റൂട്ട് വരുന്നുണ്ട്, എക്സ്പൊണൻഷ്യൽ ആൻഡ് പവർ. നിങ്ങൾ പഠിച്ച ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പം CBSE കുറച്ചുകൂടി ലെവൽ കൂടിയ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് അതിൽ അവൈലബിൾ ആണ്. 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതൊന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരമാവും. പിന്നെ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇറ്റ്സ് ബേസ് റിയൽ നമ്പേഴ്സ് ആണ്. അതിൽ വരുന്ന സബ് ടോപ്പിക്കാണ് ന്യൂ നമ്പേഴ്സ് ആണ്, പുതിയ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ എക്സ് ആൻഡ് വൈ. നമ്മൾ ആദ്യം 1 വേരിയബിൾ ആണ് പറഞ്ഞത്, അതായത് എക്സ് മാത്രം ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ്. പിന്നെ 2 വേരിയബിൾ വരുന്ന സമയത്ത് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇപ്പം 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിൽ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. CBSE കുട്ടികൾ 10ാം ക്ലാസ്സിലും പഠിക്കുന്നുണ്ട്. പിന്നെ ഏരിയ, റെക്റ്റാങ്കിളിൻ്റെ, സ്ക്വയറിൻ്റെ, പാരലോഗ്രാം, റോംബസ്, ട്രയാങ്കിൾ, സിലിണ്ടർ, ടൈപ്സ് ആൻഡ് സ്പെഷ്യാലിറ്റീസ്. പിന്നെ സർക്കിൾസ് നിങ്ങൾക്കറിയാം, 2 പാർട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ റേഡിയസ്, ഡയമീറ്റർ, കോഡ്, സെൻട്രൽ ആംഗിൾ, ആർക്ക്, സെക്ടർ, ഏരിയ ആൻഡ് പെരിമീറ്റർ, ഏരിയ ഓഫ് സെക്ടർ, പെരിമീറ്റർ ഓഫ് സെക്ടർ. അതായത് 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കുകളാണ് അതിൽ സ്റ്റേറ്റ് കുട്ടികൾക്ക് വരുന്നത്. 10ാം ക്ലാസ്സിലെ കുട്ടികളിലേക്കാണ് CBSE കുട്ടികളിലേക്ക് വരുന്നത്. പിന്നെ സോളിഡ്സ്, അഥവാ ഘനരൂപങ്ങൾ എന്നൊക്കെ പറയുന്ന ടോപ്പിക് നിങ്ങൾക്കറിയാം. സോളിഡ്സിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളിഡ്സ് വരുന്നുണ്ട്. അതിൽ സിലിണ്ടർ വരുന്നുണ്ട്, ക്യൂബോയിഡ്, റെക്റ്റാങ്കുലർ പ്രിസം, അല്ലേ, ആ ഒരു ടൈപ്പ്. പിന്നെ പോളിനോമിയൽസ്, അതിൽ P of X, P of 1, P of -1, P of 0, P of 1/2, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. പിന്നെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ, അതായത് 2 ക്ലാസ്സിലെ കുട്ടികൾക്ക് CBSE-കാരാവട്ടെ സ്റ്റേറ്റുകാരാവട്ടെ പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്, ഫാക്ടേഴ്സ്, സൊല്യൂഷൻസ്. അതായത് പോളിനോമിയൽ എന്ന് പറഞ്ഞ ചാപ്റ്ററായിട്ട് കണക്ട് ചെയ്തൊരു കാര്യമാണ്. ടു ഫാക്ടറൈസ്. പിന്നെ ട്രിഗണോമെട്രി, ബേസിക്സ് ഓഫ് ട്രിഗണോമെട്രിയിലെ ബേസിക് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. പിന്നെ മക്കളെ, ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇനി ഒരു PDF ആയിട്ട് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. താഴെ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. ആ രജിസ്റ്ററിനോട് കൂടി നിങ്ങൾക്ക് ഈ PDF നിങ്ങളുടെ കയ്യിലേക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരാളും എക്സാം എഴുതാൻ മടിക്കേണ്ട, കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാത്തൊരു എക്സാമാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സൈലം സ്കൂളുകളിൽ പഠിക്കാൻ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടിയും ഇനി അല്ലാതെ സ്കോളർഷിപ്പോടൊക്കെ കൂടി പഠിക്കാൻ പറ്റുന്നൊരു സുവർണ്ണ അവസരം കൂടിയാണ്. മിസ്സാക്കേണ്ട. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. ബൈ.